കോമ്പാക്ട് പൗഡർ കഴിഞ്ഞാലേ പിന്നെ ആളുടെ യൂസ് നമുക്കില്ലല്ലോ, നമ്മൾ കളയാറല്ലേ പതിവ്. ഇന്ന് നമുക്ക് ഇവരൊന്ന് സുന്ദരനാക്കി യൂസ് ചെയ്താലോ. ഇതുപോലെ ആളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫോം ക്ലേ ആണ് നമുക്ക് ആവശ്യം. എന്തിനാണെന്നല്ലേ, വാ നോക്കാം. ഇതുപോലെ കുറച്ച് ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? അതെ, നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. ഇതുപോലെ കുഞ്ഞ് ഫ്ലവേഴ്സ് കുറച്ചധികം നമുക്ക് റെഡിയാക്കി എടുക്കാം. സിമ്പിളായിട്ടുള്ള കുറച്ചധികം ഫ്ലവേഴ്സ് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടേ എന്താണെന്നല്ലേ, പൂവായ ഓഫ് കോഴ്സ് ഇലയും വേണ്ടേ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുഞ്ഞ് ഗ്രീൻ പീസ് അല്ല കേട്ടോ, ഗ്രീൻ കളറിൽ ഇതുപോലെ ഫോം ക്ലേ നമുക്ക് ചെറിയ ഇതുപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ചധികം ഫ്ലവേഴ്സും ലീവ്സും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവയ്ക്കൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി എന്താണെന്നല്ലേ, ഇതുപോലെ മിററിന് ഇതിനേക്കാളും വലിയ സൈസിലൊരു കാർഡ്ബോർഡ് പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്ലൂ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇന്ന് ഗ്രീൻ കളറിൽ ഫോം ക്ലേ തന്നെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് മനസ്സിലായോ? ഇനി നമ്മൾ എക്സസ് ആയിട്ട് ഫ്ലവേഴ്സ് ഒട്ടിച്ചതിന് ശേഷം കാർഡ്ബോർഡ് പീസ് കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇൻഫാക്റ്റ് ഇനി കണ്ടാലോ. അതൊന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഫോം ക്ലേയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്? അങ്ങനെ ചുറ്റുമായിട്ട് നമുക്കിതുപോലെ പല കളേഴ്സ് മിങ്കിൾ ചെയ്തിട്ടൊന്ന് ഫ്ലവേഴ്സൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് കുറച്ച് ഇലകളും റെഡിയാക്കി എടുത്തില്ലേ, ആ ഇലകളും ഇതുപോലെ ഒന്ന് അവരുടെ കൈ ഒട്ടിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.